ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. സഹോദരങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇപ്പോൾ ഒരു മിനിറ്റ്, ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലേ. എനിക്ക് ക്യാമറയിലൊരു ക്ലാരിറ്റി കുറവ് പോലെ, രാത്രിയിലായതുകൊണ്ടായിരിക്കും ഒരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ലൈവ് ചെയ്യാനായിട്ട് കുറേ നേരം കൊണ്ടേ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ലൈവ് ചെയ്യണം എന്ന് ഉച്ചയ്ക്കൊക്കെ. പക്ഷെ ഞാൻ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഒരു 4-4:30 മണിയൊക്കെയായി ഞാൻ ഉറങ്ങി എണീറ്റപ്പം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് വരേണ്ടതുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഡ്യൂട്ടിയിൽ ഞാൻ വന്നു. അതിനിടയിലാണ് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. തണുപ്പുണ്ട് ഒരു ഭാഗത്ത്, അങ്ങനെ തണുപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു? ഇങ്ങനെ ഇസ്രായേൽ അതിൻ്റെ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ മാലേ ദുമീം എന്ന് പറയുന്ന യെരുശലേമിൻ്റെ ഒരു ഭാഗത്തോട് ചേർന്ന് ഹിസ്ബുള്ളയുടെ ഒരു മിസൈൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ വീണ്ടും അങ്ങോട്ട് തിരിച്ച് വെടിവയ്പ്പുകളൊക്കെ നടത്തി, മിസൈലുകളൊക്കെ ഇട്ട് ഏകദേശം അവന്മാരുടെ പൂട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഹൊമേനിക്കാണ് ഇളക്കം. ഹൊമേനിയും കൂടി തീർത്ത് കഴിയുമ്പോഴത്തേക്കും, ഹൊമേനി ഇപ്പം കാണുന്നില്ല, ഹൊമേനിയെ മാളത്തിൽ ഒളിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേട്ട്. ഏത് മാളത്തിൽ ഇപ്പോൾ ഒളിച്ചാലെന്താ? ബങ്കർ മിസൈലുകളാണ് ഇസ്രായേൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബങ്കർ ബ്ലാസ്റ്റ് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്. 83 ടണ്ണ് ഭാരമുള്ള മിസൈലായിരുന്നു ഹിസ്ബുള്ളയുടെ തലവനെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ ലെബനോനിലിട്ടത്. അണ്ടർഗ്രൗണ്ട് മിസൈല് 83 ടണ്ണ്. 83 ടണ്ണായപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 83,000 കിലോ. ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 കിലോയാണ്. അങ്ങനെയാണെങ്കിൽ 83 ടണ്ണെന്ന് പറയുമ്പോഴത്തേക്കും 83,000 കിലോയാണ് അതിൻ്റെ ഭാരം. ഞാൻ വാർത്തകളിലൊക്കെ കണ്ടു 10,000 കിലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, 83 ടണ്ണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം 83 ടണ്ണെന്ന് പറയുന്നത് 10,000 കിലോ ആണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 കിലോ എന്നാണ് എൻ്റെ അറിവ്. ശരത് കുമാർ, ഹൊമേനിയെ മലപ്പുറത്താകും ഒളിപ്പിച്ചത്. മിക്കവാറും മലപ്പുറത്തായിരിക്കാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെയാണെങ്കിലും ഹൊമേനിയുടെ കാര്യം കട്ടപ്പുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കളെ ഓരോന്നോരോന്നായിട്ട് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഹിസ്ബുള്ളയ്ക്ക് അടുത്ത തലവനാകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്താലും എല്ലാവരും പേടിക്കുക. എനിക്കാകണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ. യമൻ ഹദൈദ പോർട്ടിൽ IDF ആക്രമണം നടത്തിയില്ല. ഇനി യമനിലെ കൂത്തികളെയും കൂടി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ സമാധാനമാകും. യമനിലെ കൂത്തികൾക്കും കൂടി 2 കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതും കൂടി ഇസ്രായേലിനൊരു സ്വസ്ഥത കിട്ടണമെങ്കിൽ യമനിലെ കൂത്തികളെയും കൂടി തീർക്കണം. അതും കൂടി കഴിയുമ്പോഴത്തേക്കും ബാക്കി ഇപ്പോഴേ ഓൾറെഡി ജോർദാനും ഈജിപ്തും ഒക്കെ വെള്ളക്കൊടി പൊക്കിക്കഴിഞ്ഞു ഓൾറെഡി. ഞങ്ങൾക്കൊന്നിനുമില്ലേ, ഞങ്ങളെ വിട്ടേക്കണേ, ഞങ്ങളോടൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് വെള്ളക്കൊടി ഇപ്പോഴേ പൊക്കിക്കഴിഞ്ഞു ജോർദാനും ഈജിപ്തും ഒക്കെ. സിറിയയിലെ ISS ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം ISSന്റെ പകരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ആരാണ്, MM അക്ബറും സക്കീർ നായിക്കും പോയാലേ ഉള്ളൂ ISS ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അരിച്ചു പറക്കാനായിട്ട്. ഇപ്പം സിറിയയിൽ ISS ഉണ്ടോ എന്ന് പോലും അറിയുന്ന പോലും ഇല്ല കേട്ടോ. സത്യത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹിസ്ബുള്ള വന്നു, കൂത്തികൾ വന്നു, ഇറാന് വന്നു. ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒരു സുന്നി കൂട്ടരും കണ്ടില്ല. എല്ലാം ഷിയ കൂട്ടരാണ് വന്നത് മുഴുവനും. എനിക്കതാ മനസ്സിലാകാത്തത്. പക്ഷേ ഒക്ടോബർ 7-ാം തീയതി നടത്തിയ ആക്രമണത്തിനകത്ത് ISS തീവ്രവാദത്തിന്റെ റിക്രൂട്ട്മെന്റുകളിലുള്ളവരാണ് ആ തീവ്രവാദം നടത്തിയത് തന്നെ. ഹമാസിന്റെ പേരിൽ വന്നു കയറിയത് മുഴുവൻ ISS ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊടും ക്രൂരത കാണിച്ചുകൊണ്ട് പോയത്. ISS ചെയ്യുന്ന, അതായത് അവരുടെയൊക്കെ ഇസ്രായേൽ അവരുടെ ആ കൂട്ടത്തിലുള്ളവരെയൊക്കെ പിടിക്കുന്ന സമയത്ത്
അഹമ്മദ് അബ്ദുള്ള സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇട്ടാൽ മതിയേ. അപ്പം ഞാൻ അതിനുള്ള മറുപടി നിനക്ക് തരാം. ഓക്കെ. അപ്പം ISS എന്താ പറഞ്ഞ ISS ആയിരുന്നു സത്യത്തിൽ ഹമാസിന് ട്രെയിനിങ് കൊടുത്തിട്ട് എന്ത് ചെയ്തത് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. പക്ഷേ അവരുടെയൊക്കെ പോക്കറ്റുകളിൽ നിന്നും കിട്ടിയ തെളിവ് സഹിതം അവരുടെ കൊടികൾ ISSന്റെ കൊടികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഹമാസിനെ കയറി അടിക്കാൻ തുടങ്ങിയതോടുകൂടി ISS മാളത്തിപ്പോയോ എന്നുള്ളതാണ്. ISSന്റെ ഒരു അറിവുമില്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. കാരണം സിറിയയിൽ ആടുമേച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണല്ലോ അവര്. തിന്നാനും കുടിക്കാനും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇസ്രായേലിനെ മാന്താൻ പോയി അടുത്തതും കൂടി കിട്ടി അടികൊണ്ട് മൂഞ്ചിയാലോ എന്ന് വിചാരിച്ചിട്ട് ISSന്റെ അനക്കമൊന്നും ഇല്ല. എന്തായാലും എന്തുവാ ഇസ്രായേൽ പൊളിയാ. ഇസ്രായേൽ പൊളിയെന്ന് വെച്ചാൽ ഒന്നൊന്നര പൊളിയാ. ഇങ്ങനെ മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുമോ? ഈ തീവ്രവാദി കുഞ്ഞുങ്ങളെ അടികൊടുത്ത് കണ്ടം വഴി ഓടിക്കുമ്പോഴേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നസറുള്ള മരിച്ചപ്പോഴത്തേക്കും ദുഃഖം തോന്നിയായിരുന്നോ പ്രിയ സഹോദരങ്ങളെ? സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടണമെന്നൊക്കെ തോന്നിയില്ലേ നിങ്ങൾക്ക്? എന്തുകൊണ്ടാ? ഷിഹാബ് PMK ISS ജൂത ബൈ പ്രോഡക്റ്റ് ആണ്. എടാ ഊളക്കുണ്ടായവനെ, ISS ജൂത പ്രോഡക്റ്റ് ആണെങ്കിൽ പിന്നെ MM അക്ബറിനെയും സക്കീർ നായിക്കിനെയും പിടിച്ചെന്നാണ് തോളത്ത് വെച്ചിരിക്കുന്ന ഊളകളെ. MM അക്ബർ സക്കീർ നായിക്കും ഒക്കെ ജൂത പ്രോഡക്റ്റ് ആണോ? എന്നാൽ അവനെയല്ലേ കാലേ വാരി നീയൊക്കെ കൂടി അടിക്കേണ്ടത്. പിന്നെ MM അക്ബറിന് വേണ്ടി താങ്ങിക്കൊണ്ട് നടക്കുന്ന എന്തിനാ നീയൊക്കെ? ISS റിക്രൂട്ട്മെന്റിന് നീയൊക്കെ ISSലേക്ക് ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലൊരു സിനിമ ഇറക്കിയപ്പം നീയൊക്കെ പിന്നെ എന്തിനാണ് ഇരുന്ന് മോങ്ങിയത് ഊളകളെ? ഷിഹാബ് PMK ചെറ്റേ, എടാ വിവരം കെട്ടവനെ, ISSന്റെ റിക്രൂട്ട്മെന്റിലേക്ക് കേരളത്തിലുള്ള സ്ത്രീകളെ മതം മാറ്റി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ജൂത പ്രോഡക്റ്റ് ആണെങ്കിൽ ജൂതന്മാർക്ക് വേണ്ടിയിട്ടാണ് നീയൊക്കെ കേരളത്തിൽ കിടന്ന് കൊടി പിടിച്ചത് നീയൊക്കെ കൂടി ചേർന്നിട്ട്. എടാ ഊളകളെ, പറയുന്നതിനകത്തൊരു അർത്ഥം വേണ്ടടാ വിവരം കെട്ട ചെറ്റകളെ. ഷിഹാബ് PMK നല്ലപോലെ സംസാരിക്കടി പൂമോളെ. നീ പൂമോളെ ഇങ്ങോട്ട് വിളിച്ചാലുണ്ടല്ലോ ഉമ്മയല്ലേ ഇപ്പം പൂവും കായലും കൂടിയൊക്കെ പറന്ന് ഓടേണ്ടി വരും. കൂടുതൽ ഉമ്മയെ നീ പറപ്പിക്കരുത്. ചുട്ട കോഴി പറക്കുന്നത് പോലെ ഉമ്മ പറക്കും. ഉമ്മയും പറക്കും, ഭാര്യയും പറക്കും, മോളും പറക്കും. കേട്ടടാ പൂ മോനെ എന്ന സ്ഥലം കാലിയാക്ക്. നീ നല്ലപോലെ സംസാരിക്കണ്ട. നീ ISS ജൂത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിന്റെയൊക്കെ കോത്തിലെ സമരം ഉണ്ടാക്കിയത് പിന്നെ എന്തിനാടാ ചേറ്റകളെ നാട്ടിനകത്ത് കയറി? നിന്റെ കോപ്പിലെ സമരം ഉണ്ടാക്കിയത് ISS റിക്രൂട്ട്മെന്റിലേക്കല്ലേ? ഈ കേരളത്തിലെ സ്ത്രീകളെ മതം മാറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഇറക്കിയത്. അതിന് നീയൊക്കെ എന്തിനാ കരഞ്ഞു മെഴുകിയത്? ഇസ്ലാം സമൂഹം ഒന്നടങ്കം നീയൊക്കെ കരയുന്നു മെഴുകിയതിന്റെ പിന്നെ കാരണം ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. വിവരം കെട്ടവനെ. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ISSനെ വെളുപ്പിക്കാൻ അങ്ങ് ഇറങ്ങിയിരിക്കുന്നത് ജൂത പ്രോഡക്റ്റ് പോലും. നിനക്കൊക്കെ കരയാനായിട്ട് ഇതല്ല, ഇതിനപ്പുറവും കരയാനുണ്ടെന്നുള്ളത് എനിക്കറിയാം. കാട്ടുകഴുതകൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ട്. പക്ഷെ നിന്റെ ഒന്നും മമ്മന്റെ കൂട്ടർക്കും മതക്കാർക്കും ബുദ്ധിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജൂത പ്രോഡക്റ്റിന് വേണ്ടി കരയാൻ നടക്കുന്ന കുഞ്ഞാടുകൾ. അയ്യടാ കഷ്ടം. ജൂതന്മാരിറക്കിയ ISS ആണെങ്കിൽ പിന്നെ ഇരുന്നെന്തിനാ മോങ്ങുന്ന? ISSനെതിരെയല്ലേ സിനിമ ഇറക്കിയേ? ISS റിക്രൂട്ട്മെന്റിലേക്ക് ആളെ കൊണ്ടുപോകുന്നല്ലേ സിനിമ ഇറക്കി. അപ്പത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞുകൂടി അത് ജൂത പ്രോഡക്റ്റ് ആണേ. ഓ, നിങ്ങളെല്ലാം പോയി കണ്ടോ അത് ജൂതന്മാരുടെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്? ആഷിമ, ഒരു മിനിറ്റ്. ആഷിമ ദിൽഷാഹ് അൽഫാം വെന്തില്ലാഹ്. അതെ, ഹിസ്ബോള് ഇല്ലാഹി അൽഫാം വെന്തില്ലാഹ്. മനസ്സിലായോ? ആഷിമ ദിൽഷാദ് ഹിസ്ബോൾ വെന്തില്ലാഹി അൽഫാം വെന്തില്ലാഹി. ഹിസ്ബോൾ വെന്തുഹി അൽഫാം വെന്തില്ലാഹി. രഞ്ജിത്ത് രഞ്ജു, അതെ ഒരു മതം, അത് ലോകത്തിന് തന്നെ എന്താ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഫേസ്ബുക്കിനകത്ത് ഒരു പാട്ടിട്ട് നിങ്ങൾ കണ്ടുവരുന്നു. ഒരു 2 പുരുഷന്മാരും 2 സ്ത്രീകളും കൂടി ഒരു പാട്ട് പാടുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതിന്റെ വരികൾ വല്ലതും മനസ്സിലായോ? ഒന്നുകൂടി കയറി പറ്റുന്നെങ്കിൽ ഒന്ന് കയറി കാണണേ. അത് കുറേ പേരെ കണ്ടിട്ടുണ്ടോ ആ പാട്ട്? അതിന്റെ വരികൾ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. അത് നിങ്ങളൊന്ന് കേട്ടേക്കണം. ആ പാട്ടിന്റെ
കാണേണ്ടവർ ആ വീഡിയോയിൽ കയറി ആ പാട്ട് രണ്ട് പുരുഷന്മാർ 2 സ്ത്രീകളും കൂടി പാടുകയാണ് ആ പാട്ട്. അതിന്റെ വരി ഇപ്രകാരമാണ്: നസ്രാല നസ്രാല നിത്ഫോകോത്ക ഇൻഷാല്ല എന്നാണ് അതിന്റെ വരി പറയുന്നത്. നസ്രാല നസ്രാല ഇൻ നിത്ഫോകോത്ക ഇൻഷാല്ല. അതായത് നിന്റെ അള്ളാന്റെ കാരുണ്യപ്രകാരം വി ഫക്ക് യു എന്ന് പറഞ്ഞിട്ടാണ് പച്ചയ്ക്ക് പറഞ്ഞ. നസ്രയിലിനെ കയറി എന്ത് ചെയ്തു? അതിന്റെ വരി നസ്രാല നസ്രാല നിത്ഫോകോത്ക ഇൻഷാല്ല. ഇൻഷാല്ല എന്ന് വെച്ചാൽ നിന്റെ അള്ളാന്റെ കാരുണ്യത്താൽ വി ഫക്ക് യു നസ്രല്ല എന്നാണ് അതിന്റെ വരി. ഓക്കെ, ഇനി അടുത്ത വരി ഇങ്ങനെയാണ്: നഫ്സി റോത്ക ഇല്യാള്ള നഫ്സി റോത്ക ഇല്യാള്ള ഇംകോല ഹിസ്ബുള്ള. അതായത് നഫ്സി റോത്ക ഇല്യാള്ള ഇംകോല ഹിസ്ബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയെയും നസ്രത്തിനെയും കൂടെ നിന്റെ അള്ളാന്റെ അടുക്കലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഇംകോല യാല യാല നസ്രാല്ല. യാല യാല എന്ന് വെച്ചാൽ വേഗം വേഗം, നസ്രാല്ല യാല യാല നസ്രാല്ല യാല യാല നസ്രാല്ല തെലേഖ് മിപ്പോ യാസ്ബാള. യാസ്ബാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീബ് അറബിക്ക് വേർഡ് തന്നെയാണ്. യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്നർത്ഥം വരുന്നതാണ് യാ. ഈസ്ബാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ്. നിന്റെ അള്ളാ എന്ന് പറയുന്ന ഗാർബേജിന്റെ അടുക്കലേക്ക് തന്നെ വേഗം വേഗം വിട്ടോ, സ്ഥലം കാലിയാക്കിക്കോ നസ്രാള്ള എന്നാണ് പറയുന്നത്. എന്നിട്ട് നിക്സാർ മീലിമാല ഷെസെ അസഫ് ഷിൽഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിനക്കൊരു സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. യാല യാല പോടാ 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 സമയമായി. ആ ഗാർബേജിന്റെ അടുക്കലേക്ക് തന്നെ, തള്ളാവെന്ന് പറയുന്ന ഗാർബേജിന്റെ അടുക്കലേക്ക് തന്നെ നീ മടങ്ങിപ്പോ എന്നുള്ളതാണ് ആ പാട്ടിന്റെ വരികൾ എന്ന് പറയുന്നത് തന്നെ. ഇനി നിങ്ങൾ ഒന്നേന്ന് കയറി ആ വരികളൊന്ന് നോക്ക്, ആ പാട്ട് കയറി നോക്ക് കേട്ടോ. എത്ര മനോഹരമായ വരിയെന്ന് നോക്കിയേ. ഷിഹാബ് PMK ഇന്ത്യ ഇളി അവസാനിക്കും. യാല യാല നസ്രാല്ല 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 നിത്ഫോക് ഇൻഷാല്ല. ആ നിത്ഫോക്ക് എന്ന് പറയുന്ന പദം എന്താണെന്നറിയാം? വി ഫക്ക് യു എന്നാണ്. ഞാനിതിന്റെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴേ KB രഘു കരുനാഗപ്പള്ളി, നാട്ടിൽ വരുമ്പോൾ പേടിയില്ലേ? ആരെ പേടിക്കാൻ? അയ്യേ ഊളകളെ, ആരെ പേടിക്കാൻ? നാട്ടിൽ വരുമ്പോൾ പേടിയില്ലേ എന്ന്? ആരെയാ പേടിക്കേണ്ടേ? മറുനാടനെ പൂട്ടാനേ 1 വർഷമായിട്ട് അൻവർ ഒന്നാം മല കയറി പോരണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. 2ാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ. 3ാം മല കയറി പോകണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടണ്ടേ എന്ന് പറഞ്ഞിട്ട് 1 വർഷം കൊണ്ട് എല്ലാ മലകളും കയറി തലയും കുത്തി ചാടി പരീക്ഷിച്ചവനാ അൻവർ കാക്ക. ആ അൻവർ കാക്ക ഇപ്പം എന്താ പറ്റിയെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അത്രക്കേ ഉള്ളൂ നാട്ടിൻ്റെ നിയമവും നാടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. മനസ്സിലായോ? ആഭ്യന്തര വകുപ്പിന് കൂടിപ്പോയ FIR വരെ തള്ളാം. അതിൽ കവിഞ്ഞത് ആഭ്യന്തര വകുപ്പിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ആഭ്യന്തര വകുപ്പ് ചെയ്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്? അൻവർ കാക്കയ്ക്ക് എന്തുവാ പിണങ്ങാണ്ടി വിജയനെ വരെ തള്ളി പറയേണ്ടി വന്നു. ആ കേരളത്തെക്കുറിച്ചാണോ പേടിയില്ലേ റീന എന്നൊക്കെ ചോദിച്ചത്? ഇവന്മാരെ ഇനിയിപ്പം തള്ളാഹുവിന്റെ പേരിൽ കാലും കൈയും വെട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാലേ കൂട്ടത്തോട് ഇവന്മാരുടെ കയ്യും കാലും ഒക്കെ പോകും എന്നുള്ളത് അവന്മാർക്ക് നന്നായിട്ട് അറിയാം. ആളുകളൊന്നും പണ്ടത്തെ പോലെ ജോസഫ് മാഷിനെ കൈവെട്ടിയപ്പോൾ നോക്കി ഇന്ന് നോക്കുകുത്തികളെ പോലെ ഇരിക്കില്ല. ഒളിച്ചും പാത്തും വേലത്ര ഒപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്താ വരുന്നതെങ്കിൽ എന്നെ തീർക്കാൻ വല്ല ഉദ്ദേശമാണ്. കേസ് കൊടുത്തൊരു ചുമണ്ണാക്കിയും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ തീർക്കാൻ വല്ല പണിയും ഒപ്പിച്ചാ വരുന്നെങ്കിൽ വരുന്നവൻ്റെ അണ്ടി അരിഞ്ഞെടുത്തിട്ട് അവൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തു വിടും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം.
മനസ്സിലായോ? അതിനുള്ള കഴുത്തും തൻ്റെ ഇടവും ട്രെയിനിങ് ഒക്കെ കിട്ടിയതാണ് ഞാൻ. ഇസ്രായേലിൽ ഞാൻ അതിനുള്ള ട്രെയിനിങ് ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ വരുന്നവന്മാർ ഹൂറിയെടുത്ത് പോകാൻ ഇരുമ്പ് ഷഡ്ഡിയും ഇട്ടിട്ട് വേണം വരാനായിട്ട്. എന്നെ തീർക്കുന്നതിന് മുമ്പേ ഒരു 2 തീർത്തിട്ടേ ഞാൻ വിടൂ. മനസ്സിലായോ? അല്ലാതെ ഇവന്മാരെ പേടിച്ചൊന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? ഈ ഊളകളെ നമ്മൾ പേടിക്കാനേ പോകരുത്. ഇവർ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ന് ഇവരെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ട് ഇവരെ പേടിക്കാനും പോകരുത്. മനസ്സിലായോ? മനുഷ്യർ നന്നായാൽ എല്ലാവർക്കും കൊള്ളാം, അത്രയും ഞാൻ പറയത്തുള്ളൂ. തീവ്രവാദി കുഞ്ഞുങ്ങളെ കാലുവാരി വേട്ടയാടുന്നതിൻ്റെ പേരിൽ ഇവിടെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ വളരെ മനോഹരമായിട്ടിരിക്കുകയല്ലേ. നിങ്ങൾക്കിത് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നുണ്ടോ? ഇത്ര മനോഹരമായൊരു പ്ലേസാണ് നോക്കി. Yalla, yalla, yalla. מעלית עולה. Yalla, yalla, yalla. קומה 12, כירורגית לב חזה, נוירוכירורגיה. Okay. Anyway, toda ba. Toda. മോഹൻലാൽ സി അങ്ങനെ പേടിച്ചാൽ ഇവൻ്റെയൊക്കെ അടിമയും മതം മാറിയും ജീവിക്കേണ്ടി വരും. അതെ, ഇവന്മാരെ പേടിച്ച് നിങ്ങൾ നിൽക്കും തോറും ഇവൻ്റെയൊക്കെ അടിമയും ഇവൻ്റെയൊക്കെ കൊതമതത്തിന് അടിമയായിട്ട് ജീവിക്കേണ്ട ഗതികേട് വരും. ഷിഹാബ് PMK ഓൾക്കെതിരെ ആരും മോശമായി സംസാരിച്ചിട്ടില്ല. ഓളെ ആശയവുമായി സംസാരിച്ചെന്ന് അവൾ പറഞ്ഞത് പച്ചത്തെറിയാണ്. ഞാൻ പച്ചത്തെറി പറഞ്ഞോടാ? എടാ, ഊളയ്ക്കുണ്ടായവനെ നീ അല്ലേടാ ഇങ്ങോട്ട് പൂമോളെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട് തള്ളി മറിച്ചത്. നിന്റെ കമന്റ് മറന്നുപോയോ നിനക്ക്? ഷിഹാബ് PMK നിനക്ക് മറന്നുപോയോ? നീ എന്തോ ആശയം ഉണ്ടാക്കി തള്ളി മറിച്ചു എന്ന് ഇവിടെ പറഞ്ഞ. ഇത് എന്താശയമാണ് നീ പറഞ്ഞേ? ISS ജൂതന്റെ പ്രോഡക്റ്റ് എന്നോ? അപ്പം ഞാൻ ചോദിച്ചതും ശരിയായ ഉത്തരവല്ലേ? ISS ജൂതന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ജൂതന്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണോടാ MM അക്ബർ റിക്രൂട്ട്മെന്റ് ചെയ്തത്? ആ ജൂതന്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണോ സക്കീർ നായിക്ക് ഇന്നും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ആ ജൂതന്റെ പ്രോഡക്റ്റായ ISSലേക്ക് ആളെ ചേർക്കുന്നതിന് കേരളത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തതിന്റെ പേരിൽ നിങ്ങൾ കേരളത്തിൽ മുഴുവനും തിയേറ്ററുകളിൽ കത്തിക്കാതെ പോയത് ജൂതന്റെ പ്രോഡക്റ്റിന്റെ പേരിൽ കരഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണോ ജൂതന്റെ പ്രോഡക്റ്റിനൂടെ? അയ്യോ, ISSന് വേണ്ടി ഇങ്ങനെ കരയുന്ന കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ കരയുന്നത് കാണുന്നത്. ജൂതന്റെ പ്രോഡക്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്ന ISSലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളെന്തിനാ കരയുന്നത്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്. ജൂതന്റെ പ്രോഡക്റ്റ് തള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. എന്ത് നല്ല. അങ്ങനെയാണെങ്കിൽ ജൂതന്റെ പ്രോഡക്റ്റ് തള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണാവോ? ജോമോൻ അബ്രഹാം ഇന്നലെ കിട്ടിയതൊന്നും പോരെ? ഉമ്മാന്റെ കരളേ ബാപ്പാന്റെ കരളേ സൈക്കോ തള്ളേക്ക് ഇന്നലെ കിട്ടിയത് പോരെ?
ഷിയാബ് PMK, നീ എന്നെ തെറി പറഞ്ഞപ്പോഴാണ് പൂമോളെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിന്നെ തെറി പറഞ്ഞില്ലല്ലോടാ. ഞാൻ നിന്നെ പറഞ്ഞത് ജൂതന്റെ കാര്യത്തെക്കുറിച്ച്, ഞാൻ ISSന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചൂടായി. അല്ല, ഞാൻ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈവ് ഒന്നേന്ന് റിട്ടേൺ ചെയ്ത് നീ കേക്ക്. ഞാൻ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ജൂതന്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണോടാ നീയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. അല്ല, നിന്നെ ഒന്നും തെറി വിളിച്ചില്ല. പക്ഷെ നീ പൂമോളെ എന്ന് വിളിച്ചപ്പം ഞാൻ പറഞ്ഞു, ഉമ്മയും ബാപ്പയും ഭാര്യയും മോളും ഒക്കെ നീ പൂമോളെയും കാമോളെ എന്നൊക്കെ വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ഏറിനകത്ത് കയറും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ നിന്നെ അങ്ങോട്ട് തെറി വിളിച്ചിട്ടില്ല. ISSന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത്. ഞാൻ നിന്നെ തെറിയേ വിളിച്ചിട്ടില്ല. വേണമെങ്കിൽ നീ ലൈവിലിട്ട് ഒന്നുകൂടി കയറിയിരുന്ന് കാണ്. മനസ്സിലായോ? ജോമോനായ അബ്രഹാമിന്റെ അമ്മ സൈക്കോയാണ്. ഇന്നലെയും വന്ന് പറഞ്ഞിട്ട് പോയി, അവൾ കാമസൈക്കോയാണ്. അങ്ങനെ കാമസൈക്കോയായ ജോമോൻ അബ്രഹാമിന്റെ അമ്മ അവന്റെ അണ്ടി വെട്ടിയെടുത്ത് ഇപ്പോൾ കറി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലത് ചെയ്യാൻ കഴിയാത്ത ജൂതന്മാർക്ക് എങ്ങനെ നല്ലതുപോലെ സംസാരിക്കാൻ കഴിയും? ആഹാ, ഇതൊക്കെ പറയുന്നതും ശിഹാബ് എന്നുള്ള പേരിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നീ പറഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. ലൈവ് നോക്കിയാൽ അറിയാം. എന്നാ കാര്യമായി പോയിടാ ഊളയ്ക്കുണ്ടായവനെ, കാര്യമായിപ്പോയി. നീ ജൂതന്റെ പ്രോഡക്റ്റാണ് ISS എന്ന് പറഞ്ഞിട്ട് മാണ്ടിക്കൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം നിന്നാ മതി കേട്ടോ. എന്ന് ചെല്ല്, മദ്രസ പൊട്ടൻ ചെല്ല്. ഓക്കെ, മദ്രസ പൊട്ടൻ ഇവിടെ കരയാൻ വേദിക്കുക. നസ്രാല്ല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മേത്തന്മാരാണല്ലോ. നസ്രാല്ല ബാക്കിയും കൂടി ഞാൻ പാടി കേൾപ്പിക്കാം. അല്ല, പിന്നെ ഞാൻ പാടിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നസ്രാല്ല നിത്ഫോക്കോത്ക ഇൻഷാല്ല നഫ്സി റോത്ക ഇല്യാല്ല ഇംകോല ഹിസ്ബുല്ലാം യാല നസ്രാല്ല തേലേക്ക് മീ പോ യസ്ബാല്ല നിക്സാർ മീമി ലിമാല ഷേസെ അസഫ് ഷിൽഖ. അതിന്റെ അർത്ഥം നസ്രാല്ല ഇൻഷാല്ല അള്ളാഹുവിന്റെ കാരുണ്യത്താൽ വി ഫക്ക് യു എന്നിട്ട് പറയുകയാണ് അള്ള ഉള്ളിടത്ത് തന്നെ നിന്നെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. എല്ലാ ഹിസ്ബുള്ളയും ചേർത്ത് അയച്ചിട്ടുണ്ട്. എന്നിട്ട് യാല നസ്രാല്ല യാല വേഗം നസ്രാല്ല യായിസ്ബാല എന്ന് പറഞ്ഞാൽ നിന്റെ അള്ളാഹു എന്ന് പറയുന്ന ഗാർബേജിന്റെ അടുത്ത് തന്നെ വേഗം ചെല്ലി സമയമായി. എന്നിട്ട് നിക്സാർ മീമി ലിമാല, അതായത് മുകളിൽ എഴുതിയിട്ടുണ്ട് നിന്റെ സമയം തീരാറായെന്ന് പറഞ്ഞിട്ട്. ഷെസെ അസഫ് ഷിൽഹ, അതുകൊണ്ട് നിന്റെ സമയം ഇവിടെ വെച്ച് തീരാറായി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ ആ പാട്ട് എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട്, കയറി കാണുക കേട്ടോ. പോട വിവരം കേട്ടവൻ ഷിഹാബ് PMK. അങ്ങനെ നീയാണ് ആദ്യം തെറി പറഞ്ഞത്. പിന്നെ നിന്നെയൊക്കെ തെറി പറയാൻ വേണ്ടിയിട്ട് നിന്റെയൊക്കെ വായിലുള്ള ഊളത്തരം കേൾക്കുമ്പോഴാണ് നിനക്കൊക്കെ കിട്ടുന്നത്. കാക്ക കിടന്നും കരയുക, കാക്കേ കൂടെ വിടേ, കാക്കേ കൂടെ വിടേ, കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞ് കിടന്നു കരയുന്നു, എൻ്റെ പേജിൽ കരയുന്നു. മക്കളെ വിവരം വേണം മക്കളെ, വിവരമില്ലാതെ ജീവിച്ചാൽ തള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് എപ്പോഴും അടികൊണ്ടേയിരിക്കത്തുള്ളൂ. എന്തിനിങ്ങനെ തള്ളാഹുവിന്റെ മതത്തിൽ കിടന്ന് അടിമേടിക്കുന്നത് നിങ്ങൾ? എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ എന്തിനാണ് ഈ തള്ളാഹുവിന്റെ മതത്തിൽ കിടന്ന് ഇങ്ങനെ അടിമേടിക്കാൻ ഇങ്ങനെ ജനിക്കുന്നത്? എന്നിട്ട് പറയും കാവല മത്സരത്തിൽ കാണാന്ന് പറയുന്ന നിനക്ക് ജഗതിയെ പോലെ അന്തിമ വിജയം തള്ളാഹുവിന്. കാവല മത്സരത്തിലെ പോലെ ഒരു വിജയം പോലും തള്ളാഹുവിന് തരാൻ കഴിവ് കേട്ട തള്ളാഹുവിന് പിന്നെയും എന്തിനാ കിടന്ന് 5 നേരങ്ങൾ നിസ്കരിക്കുന്ന മക്കളെ? നിങ്ങൾ ബുദ്ധിയുള്ളവരായി ജീവിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുക. കാവല മത്സരത്തിന് വേണ്ടിയിട്ട് വിനിയും ജഗതിയുടെ കൂട്ട് മോഹൻലാൽ ഒരേ പ്രാവശ്യം ജയിച്ചുകൊണ്ടിരിക്കും. എന്നാലും പറയും അടുത്ത കാവല മത്സരത്തിൽ നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ട്
അന്തിമ വിജയം തള്ളിമറിച്ച് കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം ആദ്യത്തെ വിജയം മുഴുവൻ യഹൂദന് കൊടുക്കുമെന്നല്ല തൂറാനിൽ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? ആദ്യത്തെ വിജയം മുഴുവനും യഹൂദനായിരിക്കും, അന്തിമ വിജയം മാത്രമേ തള്ളാഹുവിൻ്റെ മക്കൾക്കുള്ളെന്ന് പറഞ്ഞ് തൂറാനിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എന്നാൽ തൂറാൻ്റെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. തൂറാൻ്റെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളാണ് തള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ, നിങ്ങളാണ് തള്ളാഹുവിനെ യാഥാർത്ഥ്യമായി ആരാധിക്കുന്നവർ. അതുകൊണ്ട് തള്ളാഹു നിങ്ങളുടെ പക്ഷത്തുള്ളവനാണ്, നിങ്ങൾക്ക് വേണ്ടി കാര്യം നടത്തി തരുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ തള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ശത്രുവിന് നേരെ നിങ്ങൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും വിജയം ഉറപ്പ് എന്നാണ് തള്ളാഹു തള്ളിമറിച്ചത് തൂറാനകത്ത്. എന്നിട്ട് ഇപ്പൊ പറയുക അന്തിമ വിജയം തള്ളാഹുവിന് പോലും, ബാക്കിയുള്ള വിജയം എല്ലാം യഹൂദന് കൊടുക്കുമെന്ന് വല്ല തൂറാനിൽ എഴുതി വെച്ചിട്ടുണ്ടോ? തൂറാനിൽ എഴുതി വെച്ചിരിക്കുന്ന യഹൂദൻ തോറ്റ് തുന്നം പാടി ഓടുമെന്നാ. ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴെല്ലാം നിങ്ങളെ ജയിക്കത്തോളെന്നായി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കൂടെ തള്ളാഹു ഇല്ലേ? തോറ്റ് തുന്നം പാടി ഓടിയിട്ട് കാവല ഉത്സവത്തിന് കാണാം അടുത്ത പ്രാവശ്യം എന്ന് പറയുന്ന കണക്ക് അന്തിമ വിജയം കാത്തിരിക്കുക. എന്നാണ് ഈ സുടുക്കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ ഒരു അന്തിമ വിജയം ഉണ്ടാകുന്ന യുദ്ധം? അതും കൂടി പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു മക്കളെ. നിങ്ങളുടെ കണ്ണുനീരെന്നും കണ്ടിരിക്കാനുള്ള മാനസികാവസ്ഥയില്ല. ഇപ്പം ഹൊമേനിയും കൂടി തീരുമല്ലോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യും? നസറുള്ള എന്തായാലും പോയി, ഇനി ഹൊമേനിയും കൂടിയുണ്ട്. ഹൊമേനിയെ ഇപ്പം അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിച്ചിരിക്കും. ഇപ്പം അണ്ടർഗ്രൗണ്ട് ഒളിക്കാൻ പേടിയാ ഹൊമേനിക്ക്. ആകാശത്ത് വല്ലതും കയറി ഒളിക്കാവുന്ന നോക്കി. ഇത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ കണക്ക്, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും അവിടെയും വന്ന് ഞാൻ നിന്നെ അടിച്ചിടുമെന്ന് പറഞ്ഞ കണക്ക് ഹൊമേനിക്ക് ഇപ്പം അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കാനും പേടിയാ. കാരണം നല്ല അടിപൊളി പിന്നെ അണ്ടർഗ്രൗണ്ട് ബാലിസ്റ്റിക് മിസൈല് ഇസ്രായേൽ മിസൈൽ തുളച്ച് കയറ്റിയിട്ടായി തീർത്തത്. അതുകൊണ്ട് ഹൊമേനിക്ക് പേടിയാ. അണ്ടർഗ്രൗണ്ട് വഴിക്കാണെങ്കിലും പൊട്ടിത്തെറിച്ചാകും. മനസ്സിലായോ? എന്ത് ചെയ്യാനാ? ഇപ്പൊ കയറി ഒറ്റ വഴിയേ ഉള്ളൂ. പിന്നെ ഹൊമേനിക്ക് അപ്പിക്കുപ്പായിട്ട് നടക്കാം, അത്ര. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഷിഹാബ് PMK ISSലെ അബൂബക്കർ ബഗ്ദാദി ജൂതനാണ്. എന്തിനാ അതുമാത്രം ജൂതനാക്കുന്ന? ഹിസ്ബുള്ളയും ജൂതന്മാരാണ്, ഹമാസും ജൂതന്മാരാണ്. ISS മാത്രം ആക്കണ്ട മക്കളെ, ഹമാസും. നിങ്ങൾ പൊളിയെന്ന് വിളിക്കുന്നില്ലേ? ഇവന്മാർ തന്നെ ISS എവിടെയെങ്കിലും ആക്രമണം നടത്തി നോക്കട്ടെ, അപ്പുറത്ത് മാറി എന്നിട്ട് പറയും ISS പൊളിയെന്ന് പറയും. ISS ഇവര് ആക്രമണം നടത്തി 2 ജൂതന്മാരെ കൊന്നു നോക്കട്ടെ, അപ്പോഴത്തേക്ക് മാറി എന്നിട്ട് ISS പൊളി, ISS മാസം എന്ന് പറയും. വെറുതെ ISSന് മാത്രം ഒതുക്കണ്ട മക്കളെ. ഹമാസും ജൂതനാണെന്ന് പറയാം, ഹിസ്ബുള്ളയും ജൂതനാണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് ചിരിക്കാൻ വകയുണ്ട്, കരയണ്ടല്ലോ. നസറുള്ള ചത്തപ്പം നിങ്ങൾക്ക് കരയേണ്ട ആവശ്യം വരത്തില്ല. നസറുള്ള ജൂതനാണ്, അതറിഞ്ഞില്ലേ? ജൂതൻ ISSലെ അബൂബക്കർ ബഗ്ദാദി ജൂതൻ മാത്രമല്ല ജൂതൻ, ഹസൻ നസറുള്ളയും ജൂതനാണ്. അതറിയത്തില്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾ അവൻ ചത്തപ്പം എന്തിനാ കരയുന്നേ? കരയാതെ മക്കളെ, കരയരുത്. നീ ഇവരല്ലേ, അവരുടെ പേരെന്താ? മീഡിയ പെണ്ണിനോട്ട് പോയി ഈ സത്യാവസ്ഥ നീ അറിയിക്കണം. അവരുടെ കണ്ണുനീരൊപ്പാൻ നിന്നെക്കൊണ്ടേ കഴിയത്തുള്ളൂ. ഷിഹാബെ, വേഗം ചെല്ല്. ഈ സത്യം ഇന്ന് ഞാൻ റിവീൽ ചെയ്യുകയാണ്. ഹസൻ നസറുള്ള ഒരു ജൂതനാണ്. ഹിസ്ബുള്ള എന്നുള്ള തീവ്രവാദ സംഘടന ഉണ്ടാക്കിയതും ജൂതനാണ്. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടാക്കിയതും ജൂതനാണ്. ഇസ്മായിൽ ഹനിയ ഒരു ജൂതനാണ്. നിങ്ങളിതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളിരുന്നിവിടെ കേരളത്തിൽ കിടന്ന് ഹിസ്ബുള്ള പൊളി, ഹമാസ് പൊളി എന്ന് തള്ളിമറിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കതാ മനസ്സിലാകാത്ത. ഈ ജൂതന്മാരുണ്ടാക്കുന്ന ഈ സംഘടനയൊക്കെ ഓർത്ത് നിങ്ങളെന്തിനാണാവോ കരയുന്നത്? ഇസ്മായിൽ ഹനയ സത്യത്തിൽ ജൂതനാണ്. ആ ജൂതനായിരിക്കുന്ന ഇസ്മായിൽ ഹനയ ഈ ഹമാസിന്റെ തലവൻ ജൂതനാണ്. അതറിയത്തില്ലായിരുന്നോ നിനക്ക്? എന്നിട്ട് പറയാ ഹമാസ് പൊളി എന്ന്. കേരളത്തിൽ മുഴുവൻ നിങ്ങൾ ആരെയാ കൊട്ടിഘോഷിക്കുന്നത്? ഇസ്രായേലിനെയോ ജൂതനെയോ? കൊള്ളാം. ഒക്ടോബർ 7 ഒരു ഇത് ഈ മാസം ഒക്ടോബർ 7 വലിയൊരു ഇത് നടക്കുന്നുണ്ട്.
ഏതാ കേരളത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാളി നടപ്പുണ്ട്. അതിനകത്ത് നിന്റെ മതക്കാർ മുഴുവനും അവിടെ കയറി ഇറങ്ങി ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഊളക്കുണ്ടായവനെ. അത് ഹമാസ് ജൂതനുണ്ടാക്കിയതാടാ. ജൂതന്മാരുണ്ടാക്കിയ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടി നീയൊക്കെ നാട്ടിൽ കിടന്ന് കൊടി പിടിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്തോ ഒരു ചതിയെന്ന് അവന്മാർക്ക് പോലും അറിയുന്നില്ല. കണ്ടോ, ഹിസ്ബുള്ളയും ഹമാസും ജൂതർ തന്നെയാണ് എന്നുള്ളത് സംശയകരം തന്നെ. അതെ കണ്ട, അതെ സംശയകരം തന്നെയാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് നീ വേഗം ചെന്ന് വെട്ടുന്ന അറിയിപ്പ് കൊടുക്ക്. കേരളത്തിലെ ഹമാസ് പൊളിയെന്ന് പറഞ്ഞ് പൊളിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുടെ മൂട്ടിന് നല്ല പച്ച മടൽ വെച്ച് തള്ളിയിട്ട് പറയാടാ ജൂതന്റെ പ്രോഡക്റ്റാടാ ഹമാസ്, നമ്മൾ പൊളിയെന്ന് പറയാൻ പാടില്ല, തള്ളാഹ് ശിക്ഷിക്കും ഹമാസ് പൊളിയെന്ന് പറഞ്ഞ് നീയൊക്കെ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകിയാൽ എനിക്കറിയത്തില്ല ശിഹാബേ, നിന്റെ കൂട്ടരെല്ലാം കൂടി ചേർന്ന് ജൂതന്മാർക്ക് സപ്പോർട്ട് ചെയ്യുകയാണല്ലോ ശിഹാബേ, എനിക്കറിയില്ല ശിഹാബേ. അയ്യോ, കേരളത്തിലെ ഹിസ്ബുള്ള ഘടകം ഒരു പ്രമേയം പോലും പാസ്സാക്കാതെ, അതെ ഹിസ്ബുള്ള ഘടകം പ്രമേയം പാസ്സായില്ല. അയ്യോ, അത് ഇസ്രായേലിന്റെ പ്രോഡക്റ്റാണ് ജൂതൻ. ഹസൻ നസറുള്ള മരിച്ചുപോയത് ഇസ്രായേലിലെ ജൂതനാണ് മരിച്ചുപോയത്. അവന് ബുദ്ധിയുണ്ട്, അനീഷ് പാപ്പൻ, സത്യമായിട്ട് അവന് ബുദ്ധിയുണ്ട്. പക്ഷെ ഇവനെപ്പോലെ എല്ലാവന്മാരും കേരളത്തിൽ ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഒക്ടോബർ 7 എന്ത് ചെയ്യത്തില്ല, ഇറങ്ങി നടക്കത്തില്ല തെരുവിലൂടെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാട്ടറവികൾ തന്നെ എന്ത് ചെയ്യും, ഇവന്റെ മതക്കാർ തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ മതക്കാർ തന്നെ ഹസ്ബുള്ളയ്ക്കും ഹമാസിനും വേണ്ടി പ്രക്ഷോഭം നടത്തുന്നത് കാണാൻ പറ്റും. അവന് മാറിയിരുന്ന് കരയാം ആ സമയത്ത്. അയ്യോ ചേട്ടന്മാരെ, വിശ്വസിക്ക് നമ്മുടെ ഹിസ്ബുള്ള അല്ല, ഇത് എന്റെ ഗർഭമല്ല, ഇത് എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് കണക്ക് ഇവൻ അവിടെ മാറിയിരുന്ന് കരയും. ആര്? ശിഹാബ് CMK PMK അപ്പുറത്ത് മാറിയിരുന്നിട്ട് കരയും. ഇവിടെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വേണ്ടിയിട്ട് ഇവന്മാർ കൊടി പിടിക്കുന്ന സമയത്ത് അയ്യോ ഇത് നമ്മുടെ ഗർഭമല്ല, നമ്മുടെ ഗർഭം ഇങ്ങനെയേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മന്റെ അല്ല, ഹമാസ് നമ്മന്റെ അല്ല, ഹിസ്ബുള്ള നമ്മന്റെ അല്ല, ഇത് ജൂതന്റെ പ്രോഡക്റ്റാണ്. ജൂതൻ ജ്യൂസ് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഹമാസിനും തലയിൽ തൂക്കി വെക്കരുത്, ജൂത പ്രോഡക്റ്റാണ്. ഹിസ്ബുള്ളയും തലയിൽ തൂക്കി വെക്കുക ജൂത. നിങ്ങൾ ആഘോഷരാവുകൾ, ഇത് ആഘോഷരാവുകളല്ലേ. ഹിസ്ബുള്ള തീരുമ്പോഴും നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കണം. ജൂത പ്രോഡക്റ്റ് അല്ലേ ചാകുന്നത്. ഹമാസ് ചാകുമ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കണം. ജൂത പ്രോഡക്റ്റ് അല്ലേ ചാകുന്നത്. ISSൽ 2 തട്ടിയാലും നിങ്ങൾ സന്തോഷിച്ച് അർമാദിക്കണം. ജൂത പ്രോഡക്റ്റ് അല്ലേ ചാകുന്നത്. അല്ല നിങ്ങൾ കരയുകയാണോ വേണ്ടത്? എനിക്കതിൻ്റെ ലോജിക്കാണ് പിടികിട്ടാത്തത്. എൻ്റെ ജ്യോതിക്കാണ് നിങ്ങൾക്ക് പിടികിട്ടാത്തത്. അതുകൊണ്ട് ജൂത പ്രോഡക്റ്റിന് വേണ്ടി കരയുന്നവന്മാരെ, നിങ്ങൾക്ക് സത്യത്തിൽ അള്ളാഹുവിലൂടെയാണ് കൂറെങ്കിൽ നിങ്ങൾ പടക്കം പൊട്ടിച്ച് അർമാദിക്കുക ഹസൻ നസറുള്ള എന്ന് പറയുന്ന ആ ജൂതൻ ചത്തുപോയതിന്. കേട്ടോ, സമാധാനമായാലും നിനക്കിപ്പം. അതേ മീഡിയ വണ് ജൂതന്മാർക്ക് വേണ്ടി കരയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ജൂതനെ അങ്ങ് പൊക്കി തലയിൽ തൂക്കി വെച്ചിരിക്കുക. ജൂത പ്രോഡക്റ്റായ ഹിസ്ബുള്ള ജൂതന്മാർക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിൽ നിന്ന് ഒരു പ്രാവശ്യം 2006 ജയിച്ചു എന്ന് പറഞ്ഞ് അൽഫാം വെന്തില്ല മക്കളെ. അല്ലംദുല്ലിഹാഹ് അൽഫാം വെന്തില്ലാഹ്. അവിടെ ഇരിക്കുന്നവർ കേട്ടോണ്ടിരിക്കുക ഞാൻ പറയുന്നത്. അല്ലംദുല്ലില്ലാഹ് അൽഫാം വെന്തില്ലാഹ്. ഇപ്പോൾ ഹിസ്ബോൾ ഇല്ലാഹ്, ലാഹ് ഹിസ്ബോൾ ഇല്ലാഹ്, ലാഹ് ഇല്ലാഹ് ഹിസ്ബോൾ ഇല്ലാഹ്. എന്തായാലും